അപ്പം ഇന്നലെ രാത്രി മീൻ കൊണ്ടുവന്നിട്ട് എനിക്ക് തലവേദന കാരണം ഒന്നും വെട്ടിത്തേച്ച് കഴുകാൻ പറ്റിയില്ല കേട്ടോ. ഞാൻ അത് അങ്ങനെ തന്നെ ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. ഇന്ന് രാവിലെ ആയിട്ടും തലവേദനയ്ക്ക് വലിയ കുറവൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും ഞാൻ പിന്നെ ആലുവിന് ചോറ് കെട്ടി കൊടുക്കണമല്ലോ. അത് കണ്ടിട്ട് പിന്നെ എങ്ങനെയോ ഏന്തിയും വലിഞ്ഞൊക്കെ ചോറെല്ലാം കെട്ടി ആലുവിനെല്ലാം പറഞ്ഞു വെച്ചിട്ട് ഞാൻ ഒരൊറ്റ കിടപ്പങ്ങോട്ട് കിടന്നേ. പിന്നെ ഉച്ചയായപ്പോഴത്തേക്കും വേണ്ട തല ഒന്ന് പൊങ്ങി കിട്ടിയത്. പിന്നെ രാവിലത്തെ കറികളൊക്കെ കൂട്ടി ഉച്ചക്കത്തെ ചോറെല്ലാം കഴിച്ചേ. അപ്പോൾ പിന്നെ രാത്രിത്തേക്കുള്ള കറി വെച്ചെടുത്താൽ മതിയല്ലോ. അപ്പോൾ ഞാൻ ആനക്കൊഴുവും വെട്ടിയെടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ തോവാരയും വെട്ടിത്തിച്ച് കഴുകി എടുത്തിട്ടുണ്ട്. എനിക്ക് ഇന്നലെ മാറിപ്പോയേ. ഇന്നലെ ഞാനിതിനെ മങ്കടേന്നാണ് പറഞ്ഞത്. ഈ മീനിന്റെ ഒപ്പം ഉണ്ടായിരുന്ന ചാളയും കൂന്തലും ഒക്കെ ഞാൻ വെട്ടിത്തേച്ച് കഴുകി എല്ലാം ഫ്രിഡ്ജിലാക്കിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് നാളത്തേക്ക് കറിയാക്കാമല്ലോ. പിന്നെ ആനക്കൊഴുവ ഞാൻ തേങ്ങയും മുളക് വരച്ചിട്ടാണ് കറി വെക്കണത്. പിന്നെ വറുക്കാനുള്ള മീനും അടുപ്പത്തേക്ക് വെക്കുന്നുണ്ട്. സാധാരണ ഞാൻ മീൻ വറുക്കുമ്പോഴത്തേക്കും ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും ചേർക്കാറില്ല കേട്ടോ. ഈ മീൻ വറുത്തപ്പോഴത്തേക്ക് ഞാൻ ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരച്ച് ചേർത്തിട്ടുണ്ട്. അങ്ങനെ മീൻ വറുക്കാനും മീൻ കറിയും അടുപ്പത്താക്കിയിട്ടുണ്ട്. വേഗം തന്നെ ഇച്ചിരി അച്ചിങ്ങ ഉള്ളത് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ മീൻകറി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അടുപ്പത്ത് നിറക്കി വെച്ചിട്ടും അച്ചിങ്ങ താളിക്കാനായിട്ട് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ എല്ലാം കൂടി പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും അടുപ്പത്താക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മീൻകറിയുമായി പിന്നെ വറുക്കാനിട്ട് മീൻ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് മൊരിച്ചെടുത്തിട്ടുണ്ട്. അച്ചിങ്ങ താളിച്ചതും ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചോറ് കഴിച്ചാൽ മതി. പക്ഷെ അതിന് മുമ്പ് പ്രാർത്ഥന കൊല്ലണം. അപ്പോൾ ഞങ്ങൾ പോയി പ്രാർത്ഥന കൊല്ലട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള പത്രമുള്ള